വെറും 8 ദിവസത്തെ യാത്ര ലക്ഷ്യമിട്ടാണ് സുനിത വില്യംസും വിൽമോറും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. ജൂൺ മാസത്തിൽ പോയ അവർ ഈ സെപ്റ്റംബർ ആയിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അവർ പോയ പേടകം ഇന്ന് പുലർച്ചെ തനിയെ ബഹിരാകാശത്തു നിന്നും തിരിച്ചെത്തി. സുനിതയും വിൽമോറും ഇനി തിരിച്ചെത്തുക 8 മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ശാസ്ത്രവും ചരിത്രവും എല്ലാം തരിച്ചിരിക്കുന്ന സംഭവം. കൽപ്പന ചൗളയ്ക്ക് പറ്റിയ പോലൊരു ദുരന്തം സുനിത വില്യംസിന് ഉണ്ടാവരുത് എന്ന നാസയുടെ ഒരൊറ്റ കടുംപിടുത്തമാണ് ഇപ്പോഴും ജീവനോടെ സുനിത വില്യംസ് ബഹിരാകാശത്ത് തുടരുന്നതിന് പിന്നിൽ. ബഹിരാകാശത്തേക്ക് നാസയുടെ തീരുമാനപ്രകാരം പുറപ്പെട്ട സുനിതയും വിൽമോറും എങ്ങനെ അവിടെ കുടുങ്ങി? എന്തുകൊണ്ട് തിരികെ ഭൂമിയിലേക്ക് എത്തുന്നില്ല? എന്താണ് ഈ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ബഹിരാകാശത്ത് അവരങ്ങനെ കുടുങ്ങിക്കിടക്കാൻ എന്തായിരിക്കും കാരണം? ശാസ്ത്രത്തിന്റെ സകലമാന സാങ്കേതിക വശങ്ങളും അറിയാവുന്ന ബഹിരാകാശ പഠനം നടത്തിയിട്ടുള്ള 2 അത്ഭുത വ്യക്തിത്വങ്ങളാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിട്ട് 3-4 മാസങ്ങളാകുന്നത്. ഭക്ഷണവും ഉറക്കവും എല്ലാം ബഹിരാകാശത്ത്. ആ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. 1-2 ദിവസമല്ല, കഴിഞ്ഞ കുറെ മാസങ്ങളായി ആ ജീവിതമാണ് സുനിതയും വിൽമോറും നയിക്കുന്നത്. 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യവുമായി ജൂൺ 5-നായിരുന്നു ബോയിങ് സ്റ്റാർ ലൈനറിൽ സുനിതയും വിൽമോറും യാത്ര തിരിച്ചത്. യാത്രയിൽ പേടകത്തിന്റെ 28 ട്രസ്റ്ററുകളിൽ 5 എണ്ണം തകരാറിലായിരുന്നു. ഇത് ഹീലിയത്തിന്റെ ചോർച്ചയിലേക്ക് നയിച്ചു. ഇരുവരെയും വഹിച്ച് സ്റ്റാർ ലൈനർ തിരിച്ചിറക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് നാസയുടെ വിദഗ്ധ സംഘം വിലയിരുത്തിയതിനെ തുടർന്നാണ് സ്റ്റാർ ലൈനർ തനിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയത്. സ്റ്റാർ ലൈനറിന്റെ ശത്രു എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിന്റെ പേടകത്തിലായിരിക്കും സുനിതയും വിൽമോറും 8 മാസത്തിന് ശേഷം തിരികെ എത്തുക. തിരികെ ഭൂമിയിലെത്താൻ ചുരുങ്ങിയത് 14 ട്രസ്റ്ററുകൾ ആവശ്യമുണ്ട്. അതേസമയം സംഭവത്തിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്കും സ്റ്റാർ ലൈനർ പേടകം നിർമ്മിച്ച ബോയിങ് കമ്പനിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ജൂൺ 5-നാണ് സുനിത വില്യംസും ബച്ച് വിൽമോറും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 4 തവണയാണ് ബോയിങ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത്. മെയ് 7-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ 8:34-ന് പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഓക്സിജൻ റിലീഫ് വാൽവ് തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവയ്ക്കുകയായിരുന്നു. സുനിത വില്യംസിന്റെയും വിൽമോറിന്റെയും തിരിച്ചുവരവ് സാധ്യമാക്കാൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ സഹായം തേടിയിരുന്നു നാസ. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് ഇരുവരെയും തിരികെ എത്തിക്കാനുള്ള സാധ്യതകളാണ് അന്ന് അന്വേഷിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെയും വസ്തുക്കളെയും ഒക്കെ എത്തിക്കാൻ അംഗീകാരം ലഭിച്ച സ്വകാര്യ കമ്പനിയാണ് സ്പേസ് എക്സ്. ഇത് 3-ാം തവണയാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. 1998-ലാണ് സുനിത ആദ്യമായി നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2006-ലും 2012-ലും സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലെത്തി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നേരം നടന്ന 2ാമത്തെ വനിത എന്ന നേട്ടം സുനിതയ്ക്കാണ്. എന്തായാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് അടുത്ത വർഷമായിരിക്കും. ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ പേടകത്തിലായിരിക്കും ഇരുവരും ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയെന്ന് നാസ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രൂ 9-ഒപ്പം വിൽമോറും സുനിതയും അടുത്ത ഫെബ്രുവരിയിൽ മടങ്ങിയെത്തും. സുനിത വില്യംസും ബൂച്ച് വിൽമോറും അടുത്ത വർഷം എത്താനിരിക്കുന്ന സ്പേസ് എക്സ് പേടകത്തിനായി കാത്തിരിക്കുകയാണ്. മാസങ്ങളോളം ബഹിരാകാശത്ത് കഴിയേണ്ടി വരുമ്പോൾ ഇരുവരുടെയും ശരീരത്തിന് നേരിടേണ്ടി വരുന്നത് ചില്ലറ പ്രശ്നങ്ങളല്ല. ഭൂമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരുന്നത് ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേക്കുറിച്ച് സുനിത വില്യംസ് നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി. ബഹിരാകാശത്ത് കഴിയുമ്പോൾ മുടിയും നഖവും വേഗത്തിൽ വളരാൻ തുടങ്ങുമെന്നും ശരീരത്തിന്റെ ഉയരം വർദ്ധിക്കുമെന്നുമാണ് സുനിത അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതിന്റെ കാരണങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ട്. ബഹിരാകാശത്തെത്തിയാൽ കാലിലെ തഴമ്പില്ലാതാകും. കാരണം നമ്മൾ നടക്കാറില്ല. മുൻപ് ബഹിരാകാശത്തെത്തിയപ്പോഴെല്ലാം നഖവും മുടിയും പതിവിലും വേഗത്തിൽ വളരാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചിരുന്നുവെന്നും സുനിത പറയുന്നു. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ മുഖത്തെ ചുളിവുകൾ താൽക്കാലികമായി ഇല്ലാതാവുകയും ചെയ്യും. മിനുസമുള്ളതായി സ്കിൻ മാറുകയും ചെയ്യും. കശേരുക്കൾക്കിടയിലുള്ള തരുണാസ്ഥികളിൽ സമ്മർദ്ദം അനുഭവപ്പെടാത്തതിനാൽ നട്ടെല്ല് വികസിക്കാൻ തുടങ്ങും.
ഇത് ശരീരത്തിന്റെ ഉയരം അല്പമെങ്കിലും വർദ്ധിപ്പിച്ചേക്കും. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം താൽക്കാലികമാണെന്നും സുനിത പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയാൽ ശരീരത്തിൽ ഗുരുത്വാകർഷണം സ്വാധീനം ചെലുത്താൻ ആരംഭിക്കും. അതോടെ ഈ മാറ്റങ്ങൾ വിപരീതമാകും. ശരീരം സാധാരണ ഉയരത്തിലേക്ക് മാറും. ഇത് നട്ടെല്ലിന് വേദനയുണ്ടാക്കിയേക്കാം. ഭൂമിയിൽ തിരിച്ചെത്തിയാലും കാര്യങ്ങൾ നോർമലാകാൻ സമയമെടുക്കുമെന്നും സുനിത പറഞ്ഞിരുന്നു. ദൗത്യം നീളുമ്പോൾ യാത്രികർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല. മൈക്രോഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയം ഉണ്ടാകും. ഇതിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യാറുണ്ടെന്നാണ് സുനിത പറഞ്ഞത്. അണുവികിരണം, പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, ഒറ്റപ്പെടൽ എന്നിവയും വെല്ലുവിളികളാണ്. അണുവികിരണം പോലുള്ളവ ഇന്നും ബഹിരാകാശ യാത്രികർക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നും സുനിത വെളിപ്പെടുത്തിയിരുന്നു. കോസ്മിക് റേഡിയേഷൻ ക്യാൻസറിന് വരെ കാരണമാകാം. 500 ദിവസത്തിലും 1000 ദിവസത്തിലും കൂടുതൽ ബഹിരാകാശത്ത് തങ്ങിയവരുണ്ട്. അനുയോജ്യരായവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ശാരീരികവും മാനസികവുമായ പരിശീലനം നൽകിയതിനു ശേഷമേ ബഹിരാകാശത്തേക്ക് അയക്കൂ. 1991 സോവിയറ്റ് യൂണിയനെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബഹിരാകാശ സഞ്ചാരികൾ ഏകദേശം 311 ദിവസം ബഹിരാകാശത്ത് താമസിച്ചിട്ടുണ്ട്. 1991 മെയ് 19 സോയൂസ് TM-12 എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയ സെർജി കോൺസ്റ്റാന്റിനോവിച്ച് ക്രിക്കിലിയോവും അലക്സാണ്ടർ വോൾക്കോവും 1992 മാർച്ച് 25 ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്. അവർ മടങ്ങിയെത്തുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ പിളർന്ന് റഷ്യയായി മാറിയിരുന്നു എന്ന രസകരമായ കാര്യം കൂടി ഭൂമിയിൽ സംഭവിച്ചിരുന്നു. ബഹിരാകാശ സഞ്ചാരികളുടെ ദിനചര്യ എങ്ങനെയായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. നമ്മളൊരു സാധാരണ യാത്ര പോകുന്നത് പോലെ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ കരുതിയാണ് ബഹിരാകാശ സഞ്ചാരികളും പോകുന്നത്. അവരെന്ത് കഴിക്കും? എങ്ങനെയാണ് കുളിക്കുന്നത്? ഇതൊക്കെയാണ് പലരുടെയും സംശയം. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ എല്ലാ വസ്തുക്കളും വായുവിൽ പൊങ്ങിക്കിടക്കും. ഭൂമിയിൽ പല്ല് തേച്ചാൽ താഴേക്ക് തുപ്പാനാകും. എന്നാൽ ബഹിരാകാശത്ത് അത് സാധ്യമാകില്ല. അതിനാൽ ബ്രഷ് ചെയ്ത ശേഷം കഴിക്കാവുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് അവർ ഉപയോഗിക്കുക. പല്ല് തേക്കുമ്പോൾ തുള്ളികൾ പുറത്തേക്ക് വരാതിരിക്കാൻ അവർ വായ തുറക്കാതെ പല്ല് തേക്കും. പിന്നീട് വൈപ്പിംഗ് ടിഷ്യൂ ഉപയോഗിച്ച് പല്ലുകൾ തുടച്ച് വൃത്തിയാക്കും. സാധാരണയായി ബഹിരാകാശ കപ്പലിൽ ഒരു സെക്ഷൻ ട്യൂബ് ടോയ്ലറ്റായി ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഈ പൈപ്പുകളിലൂടെ മാലിന്യങ്ങൾ മറ്റ് രാസവസ്തുക്കളുടെ സഹായത്തോടെ ബാഷ്പീകരിക്കപ്പെടും. മൂത്രം പോലും റീസൈക്കിൾ ചെയ്യപ്പെടും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലവിൽ 2 ടോയ്ലറ്റുകളുണ്ട്. ഒന്ന് റഷ്യ രൂപകൽപ്പന ചെയ്തതും മറ്റൊന്ന് അമേരിക്ക രൂപകൽപ്പന ചെയ്തതുമാണ്. ബഹിരാകാശ യാത്രികർ വിയർക്കാത്ത രീതിയിലായിരിക്കും ബഹിരാകാശ കേന്ദ്രത്തിലെ താപനില ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ആഴ്ചകളോളം വസ്ത്രം മാറേണ്ടതില്ല. കൃത്യമായ ഇടവേളകളിൽ അടിവസ്ത്രങ്ങൾ മാത്രമായിരിക്കും കൂടുതലായും അവർ മാറ്റുന്നത്. ശരീരം വൃത്തിയാക്കാൻ പ്രത്യേക ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കും. സഞ്ചാരികൾ ബഹിരാകാശ പരിതസ്ഥിതിയിൽ പ്രതിദിനം 2800 കലോറി കഴിക്കേണ്ടതുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. സുനിത വില്യംസ് തന്റെ യാത്രയിൽ മീൻ വിഭവങ്ങൾ സൂക്ഷിച്ചത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോ ബഹിരാകാശ യാത്രികർക്കും ബഹിരാകാശ പേടകത്തിന്റെ തറയിൽ ഭക്ഷണ ട്രേകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ കാലം നിലനിൽക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർക്ക് നൽകുക. റഷ്യൻ ഭക്ഷണം ചുവന്ന ട്രേയിലും അമേരിക്കൻ, യൂറോപ്യൻ ഭക്ഷണം നീല ട്രേയിലുമായിരിക്കും വിളമ്പുന്നത്. സംസ്കരിച്ച ഏറെക്കാലം നിൽക്കുന്ന ചായ, കാപ്പി, പഴത്തിന്റെ പൊടികൾ, ഓട്സ് മുതലായവയായിരിക്കും ഇവരുടെ ഭക്ഷണങ്ങൾ. കൂടാതെ ഉണക്കിയ പഴങ്ങൾ, പാകം ചെയ്ത മത്സ്യം, മധുര പലഹാരങ്ങൾ തുടങ്ങിയവ ടിന്നിലടച്ച് പ്ലാസ്റ്റിക് കപ്പുകളിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇവ ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാൻ സാധിക്കും. ബദാം, പിസ്ത, കശുവണ്ടി തുടങ്ങിയവയും ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ ബീഫും ഇവർ യാത്രകളിൽ കരുതാറുണ്ട്. ഭക്ഷണങ്ങൾ ഏതു കഴിക്കാമെങ്കിലും ഭൂമിയിൽ കഴിക്കുന്നത് പോലെ പ്ലേറ്റിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബഹിരാകാശത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഭക്ഷണം പറന്നു നടക്കും.